റസ്മിൻ ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം ജിൻഡോ പലതവണയായി പറയുന്നു പുറത്തുനിന്ന് എല്ലാം അറിഞ്ഞിട്ട് വന്നിട്ട് റസ്മിൻ സംസാരിക്കുന്നുവെന്ന. അപ്പൊ ഈ ഒരു പവർ കോർട്ട് റൂം പരിപാടിയിൽ റസ്മിൻ ഇതാണ് ഒരു കംപ്ലൈന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് പവർ റൂമിന്റെ മുന്നിൽ സമർപ്പിക്കുന്നത്. ജിൻഡോ കള്ളങ്ങൾ മാത്രം പറഞ്ഞ് കുക്ഡ് അപ്പ് സ്റ്റോറീസ് മാത്രം പറയുന്ന ഒരു വ്യക്തിയാണെന്നാണ് റസ്മിന്റെ ആരോപണം. ജിൻഡോ പറയുന്നു റസ്മിൻ ഇവിടെ ആക്റ്റീവ് ആയിരുന്നു, പുറത്തു പോയി വന്നതിന് പിന്നെ ഒട്ടും ആക്റ്റീവ് അല്ല എന്ന. അതാണ് പോയിന്റ്. ഈ ഡിസ്കഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തീർന്നു. ഈ രണ്ട് പോയിന്റുകളോടെ തന്നെ ആ ഒരു ഡിസ്കഷൻ തീർന്നു. വൈൽഡ് കാർഡുകൾ വന്നതിന് ശേഷമാണ് റസ്മിൻ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നത്. ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ചു വന്നതിന് പിന്നെ റസ്മിൻ ജിൻഡോയ്ക്കെതിരെയുള്ള ഓഫൻസ് ഗെയിം കളിക്കുന്നത് നിർത്തി. 2-3 ആഴ്ച മുമ്പ് കണ്ട റസ്മിനെ അല്ല നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത്. ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെയാണ് റസ്മിന്റെ ഗെയിമിൽ കണ്ടത്. റസ്മിൻ അവിടെ ഉണ്ടോ എന്ന് പോലും സംശയം തോന്നിയിരുന്നു ഒരു പോയിന്റ് എത്തിയപ്പോ. എന്തൊക്കെയാണ് റസ്മിൻ അവിടെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്നത്. വേസ്റ്റ് എറിയുന്നു, ജിൻഡോയ്ക്ക് നേരെ ചെരുപ്പറിയാൻ എടുക്കുന്നു, പിന്നെ പുറകെ നടന്ന് പ്രൊവോക്ക് ചെയ്യുന്നു, മണ്ടെന്ന് വിളിക്കുന്നു, കുണ്ണുമാവാന്ന് വിളിക്കുന്നു. ഇതൊക്കെ ഒറ്റയടിക്ക് കഴിഞ്ഞ ഒരൊറ്റ ആഴ്ച കൊണ്ട് നിന്നു. റസ്മിൻ ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം ഇതെല്ലാം നിൽക്കുന്നു. ജിൻഡോ പറഞ്ഞതിൽ സത്യമുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പുറത്തെ നെഗറ്റീവ് ഇമേജിനെ കുറിച്ച് അറിഞ്ഞിട്ട് തന്നെയാണ് റസ്മിൻ ഒതുങ്ങിക്കൂടാൻ ശ്രമിച്ചത്. അന്ന് മുങ്ങിയ റസ്മിൻ ഇന്ന് പൊങ്ങിയതും ഞാനിവിടെ ഉണ്ട് എന്ന് എല്ലാരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറൊന്നുമില്ല. പിന്നെ ഇതിൽ എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം, കഴിഞ്ഞ ആഴ്ച ജിൻഡോയ്ക്ക് ഹൗസിനകത്ത് ഉണ്ടായിരുന്ന ആ ഒരു പിന്തുണ ഈ ആഴ്ച ഒട്ടും തന്നെ ഇല്ല. വീണ്ടും മുല്ലപ്പൂ കടകം വേഴ്സസ് ജിൻഡോ എന്നൊരു നരേറ്റീവിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. വൈൽഡ് കാർഡുകളെല്ലാം പഴം വിഴുങ്ങിയിരിക്കുകയാണ്. അവർക്ക് ഇതിൽ ഒന്നും പറയാനും ഇല്ല, കളിക്കാനും ഇല്ല, ഒന്നുമില്ല. അവിടെ ഇരുന്ന് ബിഗ് ബോസ് ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുകയാണ് 5 പേരും. കുറെ ദിവസം മുമ്പത്തെ ലൈവിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് പോയ പോലൊക്കെ എനിക്ക് തോന്നി. ഈ ഒരു റസ്മിൻ വേഴ്സസ് ജിൻഡോ ഈ ഒരു പരിപാടി വീണ്ടും വന്നപ്പോഴത്തേക്കും ഫ്രഷ് ആയിട്ട് ഒന്നും തന്നെ ഇല്ല. കള്ളം പറയണോ എന്ന് പറഞ്ഞ് ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്കിൽ ജിൻഡോ പച്ചക്കള്ളം പറഞ്ഞു രാവിലെ. അതിനെയൊക്കെ എടുത്തിട്ട് എന്തിനാണ് ഈ പവർ റൂം സ്വന്തം വില കളയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ലൈവ് ഇത് ഇത്രയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.